തിരുവനന്തപുരത്ത് പാളയത്ത് AKG സെൻറ്ററിൻ്റെ തൊട്ട് എതിർവശത്ത് പുതിയ AKG മന്ദിരം പണിഞ്ഞതും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ 4ാം വാർഷിക പരിപാടികളും എല്ലാം ഖജനാവിന്ന് കൈയിട്ട് വാങ്ങി എടുക്കുന്ന കാട്ടുകൊള്ളയാണെന്ന് വ്യക്തമായി തെളിയിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ UDF പുറത്തുവിട്ടിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിൻ്റെ നികുതി പണമെടുത്ത് ആർഭാടപൂർവ്വം ആഘോഷിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികം, അതായത് 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം കൃത്യമായി ആഘോഷിക്കാനും അത് എല്ലാ രീതിയിലും പെരുമ്പറ കൊട്ടുന്നത് പോലെ കൊട്ടി കേൾപ്പിക്കാനുമായി പൊതുഖജനാവിന്ന് കോടികൾ ചിലവിട്ട് പൊതുജനങ്ങളെ വീണ്ടും വഴിയാധാരമാക്കാനുള്ള ശ്രമമാണ്. പല റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെയും നിരാശരാക്കി അവരെ കണ്ണീരണിയിച്ച് മടക്കി വിടുന്ന പിണറായി സർക്കാർ ആശാപ്രവർത്തകരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ താല്പര്യമില്ലാത്ത പിണറായി സർക്കാർ എല്ലാ രീതിയിലും ധൂർത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും അവസാന വാക്കായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാന നഗരിയെ ആഘോഷത്തിമർപ്പിൽ മുക്കാൻ പിണറായി വിജയനും കൂട്ടരും നടത്തുന്ന തക്കിട തരികിട അങ്ങനെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും CPIMൻ്റെയും അവസാനത്തെ ആഘോഷമായിരിക്കും ഇത് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. മറ്റൊരിടത്തും CPIMന് ആഘോഷിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റൊരു തുരുത്തിലും ഭരണമില്ല. ബംഗാളിലും ത്രിപുരയിലും CPIMന് ഇനി ഒരു ചുവരെഴുതാൻ പോലും കഴിയാത്ത രീതിയിൽ തകർന്നടിയുകയാണ്. വളരെ വൈകാതെ ത്രിപുരയിൽ CPIMൻ്റെ വോട്ട് ഷെയർ 10% താഴേക്കാകും. കേരളത്തിൽ മാത്രമാണ് CPIM ഇടതുമുന്നണി സഖ്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അവിടെയും മുന്നണിക്കകത്ത് തമ്മിൽ തർക്കം അതിരൂക്ഷമാണെന്നും അത് എങ്ങനെയൊക്കെ ആയിരിക്കും പൊട്ടിപ്പുറപ്പെടുക എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കായിരിക്കുമെന്ന് കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. തൂർത്തടി തുടങ്ങാൻ കാരണമാകുന്നത് തന്നെ പിണറായി സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കും എന്നൊരു വിളംബരം ആധികാരികമായി നടത്താൻ വേണ്ടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിണറായി വിജയനും BJPയും തമ്മിൽ ഒത്തുതീർപ്പ് ഫോർമുല തയ്യാറാക്കി. അതുകൊണ്ട് അവർ കമാന്നൊരക്ഷരം മിണ്ടില്ല. പക്ഷേ പ്രതിപക്ഷത്തുള്ള ഞങ്ങൾക്കങ്ങനെ കേട്ടു നിൽക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങളെ മുക്തരാക്കാനാണ് BJP ശ്രമിക്കുന്നത്. അവർക്ക് തുരുത്തിലുള്ള CPIMനെ ആക്രമിക്കാൻ ഒരു ഉദ്ദേശവുമില്ല. മോദിയെ സ്തുതിക്കുന്ന ചാനലുകൾ പലതും പ്രകീർത്തിക്കുന്നത് അത് കേരളത്തിലെ കോൺഗ്രസിനെ തകർത്ത് കളയാൻ വേണ്ടിയുള്ള അറ്റകൈ ശ്രമമാണ്. പിണറായി വിജയൻ്റെ 4ാം ഭരണത്തിൻ്റെ ആഘോഷം അതോടുകൂടി ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനെ തുരത്തി ഓട്ടിക്കാനുള്ള പ്ലാനാണെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തിരിക്കുന്നു.